ഫുഡ് ഫെസ്റ്റ് ആണ്, അതിന്റെ ആഘോഷമാണ് ഈ കാണുന്നത്. ഈ ഫുഡ് ഫെസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണയേക്കാൾ ഗംഭീരമായിട്ടാണ് ഇത്തവണത്തെ ഫുഡ് ഫെസ്റ്റ്. എല്ലാ കുട്ടികളും അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടേതായിട്ട് 5 സ്റ്റോറും അതുപോലെ പാരൻസിന്റെ ഒരു സ്റ്റോറും ഉണ്ട്. അതുകൂടാതെ ടീച്ചേഴ്സിന്റെ ഒരു ചായക്കടയും ഉണ്ട്. ഈ സ്റ്റോറുകളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന സ്റ്റോളിന് സമ്മാനമുണ്ട്. അതുപോലെ സ്റ്റോളിന് പേരിട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല പേരിലുള്ള സമ്മാനമുണ്ട്. ടേസ്റ്റ് ഓഫ് പെങ്ങാമുക്ക് എന്നുള്ളതാണ് ഈ ഫുഡ് ഫെസ്റ്റിന്റെ പേര്. ഈ പേരിട്ട കുട്ടിക്കുള്ള ഒരു സമ്മാനമുണ്ട്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫുഡ് ഫെസ്റ്റിന് ശേഷം. മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല വെറൈറ്റി ഫുഡാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. വാങ്ങിയ ഐറ്റംസ് അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവർ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസിനാണ് കൂടുതൽ പ്രൊമോഷൻ. അതുപോലെ ഒരുപാട് കുട്ടികൾ അവരുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞിതെന്ന് പറയാൻ പറ്റില്ല, ഷവർമയും ചിക്കൻ ലോലിപോപ്പ്, വെജ് ലോലിപോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈപ്പ് ഓഫ് ഐറ്റംസും ഉണ്ട്. പിന്നെ കൊഴുക്കട്ട, നൂലപ്പം, കടലക്കറി, അങ്ങനെയുള്ള പല എല്ലാ ഏരിയയിൽ നിന്നുള്ള ഐറ്റംസും ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ ഫുഡ് ഫെസ്റ്റ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ലൈവായിട്ട് എന്തോ ഉണ്ടാക്കി ഇടയ്ക്ക് കളവ് നടക്കുന്നുണ്ടോ? എന്തായാലും എന്താ പരിപാടി ഇവിടെ? കാടമുട്ടയിൽ കാന്താരി ചമ്മന്തി ഒക്കെ വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ലൈവായിട്ട് ആളുകൾ വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്യാ? അപ്പൊ നമ്മുടെ ലൈവ് ഐറ്റംസും ഉണ്ട്, അല്ലാതെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് അല്ലേ? ഈ മുട്ട കാന്താരി ആരാ അത് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നേ? ഉണ്ടാക്കാറുണ്ടോ വീട്ടിലൊക്കെ? പിന്നെ നമ്മൾ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കോഴിക്കോട്. കോഴിക്കോട് നിന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ സ്കൂളിലൊക്കെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും കൊടുക്കാന്ന് വെച്ച് വന്നതാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ഒക്കെ അന്ന് കഴിച്ച സമയത്ത് ചോദിച്ചിരുന്നു? അവിടെ കഴിച്ച ചോദിച്ചു പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല, നേരെ നമ്മുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിൽ അങ്ങോട്ട് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അടിപൊളി ആവില്ലേ? ടെൻഷൻ ഉണ്ടോ? ഇല്ല, നമ്മൾ കോൺഫിഡന്റ് അല്ലേ? നമുക്ക് ആ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവോ? പുതിയൊരു റെസിപ്പി, പുതിയൊരു ടേസ്റ്റ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ കാന്താരി ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അല്ലെ? കാന്താരി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ മാത്രമല്ല, അത് കഴിക്കുന്നവർക്കും കഴിക്കാൻ പറ്റണമല്ലോ. അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചൊക്കെ യൂസ് ചെയ്താൽ മതി. ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? അപ്പൊ അപ്പുറത്തൊരു ഐറ്റം ഇരിക്കണ്ടല്ലോ, അതെന്താ? പുഡിംഗ്. അതാരുണ്ടാക്കിയതാ? പുഡിംഗ് ഉണ്ടാക്കിയ ആളിതാണല്ലേ? അല്ലേ? അതെന്താ, കരിക്ക് പുഡിംഗ് ആണോ? കരിക്ക് പുഡിംഗ്. അത് ആരുടെ റെസിപ്പിയാ? അമ്മയുടെ റെസിപ്പി. അമ്മ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കിയതാണല്ലേ? ഓക്കെ. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉള്ള? പറഞ്ഞു തന്നെ. ബീട്രൂട്ട് ഉപ്പിലിട്ടത്. പാനിപൂരി. പിന്നെ പഴംപൊരി, പരിപ്പുവട, ഉള്ളിവട, പിന്നെ മുട്ട പൊരിച്ചത്. പൊതി. അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പ്ലസ് കട്ടൻ ചായ ഉണ്ടല്ലേ? സംഭാരം. എന്തൊക്കെ വേണം എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾ ഏത് ക്ലാസ്സുകാരാ? 8 എയും ബിയും ഉണ്ട്. 8ാം ക്ലാസ്സുകാർ ഇങ്ങനെ നമുക്ക് സമ്മാനം അടിക്കണം എന്നുള്ളൊരു പ്ലാനിൽ ഒരുപാട് ഐറ്റംസ് ആയി വന്നിരിക്കുകയാണല്ലേ? പവറാക്കിക്കോളൂ. വാങ്ങാലോ. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല ആവേശത്തിലാണ്. നമുക്കിനി അടുത്ത സ്റ്റോറിലേക്ക് പോവാം. ഇതാണ് അടുത്തൊരു സ്റ്റോർ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്താ, ഇത് പുഡിംഗാന്ന് തോന്നുന്നു. ഇത് ബ്രെഡ് പോള. ഉള്ളിവട. നല്ല ഭംഗിയുണ്ടല്ലോ ഉള്ളിവട കാണാൻ. ആരുണ്ടാക്കിയതാ? ഫ്രണ്ട് ഇവിടെ ഉണ്ടല്ലോ. മോള് തന്നെയാണ് ഉണ്ടാക്കിയത്.
ഇത്? അമ്മ ഉണ്ടാക്കി തന്നു അല്ലേ? പരിപ്പ് വട ഉണ്ട്, 2 ടൈപ്പ് പരിപ്പ് വട ഉണ്ട്. ഇത് കണ്ണൂരപ്പം. നമ്മള് സ്റ്റേറ്റിലെ പല ഭാഗത്തിലുള്ള ഐറ്റംസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. ഇത് ഉണ്ണിയപ്പം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു സൈഡിലുണ്ട്. പിന്നെ അങ്ങനെ ചുറ്റുമുണ്ട്. നിങ്ങൾ ഏത് ക്ലാസ്സുകാരാ? 8ാം ക്ലാസ്സുകാരാണ്. നമ്മുടെ കടയുടെ പേരെന്താ? ബനാന ടോക്സ്. ആരാ ഈ പേര് കണ്ടുപിടിച്ചേ? എല്ലാരും കൂടെ കണ്ടുപിടിച്ചതാണ് അല്ലേ? ഇനി വേറെ എന്തൊക്കെ അപ്പുറത്തെ സൈഡിലാണ്, നമുക്ക് അവിടെ പോയി നോക്കാം അല്ലെ ബാക്കി ഐറ്റംസ്. എല്ലാവരും നല്ല തിരക്കിലാണ്, നല്ല പണിയാണ് അല്ലേ? ഇതവിടെ മുട്ട, കാടമുട്ട മസാല ആണ് ഉണ്ടാക്കിയത്. ആരുടെ ഐറ്റം അത്? 3 ആളും കൂടെ. അപ്പോ ഇത് ഇവിടെ വന്ന് ഉണ്ടാക്കിയത് അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു? മുട്ട പുഴുങ്ങി മസാലയൊക്കെ ആക്കി കൊണ്ടുവന്നതാണല്ലേ? അടിപൊളി. കുറച്ച് മിഠായി ഉണ്ട്, അതിനപ്പുറത്തൊരു ഗെയിം ഉണ്ട് അല്ലേ? 10 രൂപ വെച്ച് ഈ ഗെയിം കളിക്കാം അല്ലേ? എന്താ ഗെയിം? ബസർ. നമ്മൾ ഇതിങ്ങനെ ഈ ഒരു ഇതിൽ തൊടാതെ കൊണ്ടുപോകണം, അങ്ങനെയാണോ? തൊട്ടലായിട്ട് തട്ടിയലായിട്ട് വെക്കും. ഇത് ആരെങ്കിലും ജയിക്കോ? ജയിക്കാൻ റിസ്ക് ആണ്. അപ്പൊ ഭാഗ്യമുള്ളവര് ജയിക്കും. അപ്പൊ ആരെങ്കിലും കളിക്കോ? വരല്ലേ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താ ജയിച്ചു കഴിഞ്ഞാൽ എന്താ സമ്മാനം ഉണ്ടോ? അതാണ് ഇത് അല്ലേ? ഓക്കെ. തുടങ്ങുമ്പോഴേ ഔട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഗ്യാപ്പും കൂടെ ഉണ്ടായിരുന്നു. തുടങ്ങാൻ പറ്റുന്നില്ല. ഇതാരും ജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. തുടങ്ങുമ്പോ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാ? ഇതുവരെ എത്തി. അപ്പൊ പിന്നെ ഇവിടെ വരെ ആർക്കെങ്കിലും ഒക്കെ എത്താൻ പറ്റുമല്ലേ? മിക്കവാറും ഈ മിഠായിയൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും ഇവിടെ എന്താ ഇത്? ഒരു ഗ്ലാസ് 10. ഇതെന്താ? മക്കറോണി. ഓക്കെ. ഇതിലെന്താ? എലവട. ജ്യൂസാണോ? മൊഹബത്ത് കാ സർബത്ത്. പാനിപൂരി അല്ലേ? ഇതെന്താ? ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ഇട്ട്. ഓക്കെ. സബോളയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു മസാല അല്ലേ? കേക്കൊക്കെ ഉണ്ടല്ലോ. ഇതാരുടെ ആയിട്ടാ? ഉമ്മ ഉണ്ടാക്കി തന്നോ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ചോക്കോ ക്രീം ബൺ അല്ലേ? അടിപൊളി. ഷവർമ. അമ്പമ്പോ, ഇതും വീട്ടിലുണ്ടാക്കിയതാ? ഷവർമ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? നമ്മള് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ടോ? ഇത് പെട്ടെന്ന് തീരുമായിരിക്കും അല്ലേ? ചിക്കൻ ലോലിപോപ്പ്. ഇവിടെ കുറച്ച് ആ ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണല്ലേ? ലോലിപോപ്പ്, ഷവർമ, പാലട പായസം ഉണ്ട്. ഇതും വീട്ടിലുണ്ടാക്കി? രാവിലെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? കട്ട്ലറ്റ്, പോള, ഗുലാബ് ജാമുൻ, ചട്ടിപ്പത്തിരി. ഓക്കെ, വാങ്ങാം. ഇത് ലോലിപോപ്പ്. അവിടെ ഇവിടെയും ലോലിപോപ്പ് ഉണ്ടല്ലേ? ഓ, അത് ചിക്കൻ, ഇത് വെജ്. ഇത് ഫ്രൂട്ട് സലാഡ് ഉണ്ട്. പിന്നെ അറബിക് ഡിഷാണ്. എന്താ പേര്? ലുക്കീമ. വെറൈറ്റി ആണല്ലേ? സാധാരണ ഇവിടെ അങ്ങനെ കിട്ടാത്തൊരു ഐറ്റം ആണല്ലേ? അപ്പൊ വെറൈറ്റി ഐറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്തോ നിങ്ങൾ? ഫ്രണ്ട്സ് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ടില്ല? തുടങ്ങാൻ പോണേ ഉള്ളൂ. നമ്മൾ ആ പാക്ക് പൊളിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ കാണാം. പുതിയൊരു ടേസ്റ്റ് നമ്മൾ നമ്മുടെ പെങ്ങാമുക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് അല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടി? ഗൾഫിലുള്ളപ്പോ അവിടെ നിന്ന് തിന്നിട്ടുണ്ട്. അപ്പൊ അവനെ ഇഷ്ടമായതുകൊണ്ട് അതിന്റെ റെസിപ്പി ഒക്കെ നോക്കി വെച്ച് നമ്മളിപ്പോ ഇവിടെ പ്രയോഗിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഏത് ക്ലാസ് ആയിരുന്നു? 8ാം ക്ലാസ് അല്ലേ? ഓക്കെ. ബനാന ടോക്സ്. അപ്പൊ ഇതാണ് ബനാന ടോക്സിലെ ഐറ്റംസ്. അറബിക് ഡെസേർട്ട് ഉണ്ടല്ലേ? ലുഗൈമാറ്റ് എന്നാണ് അതിന്റെ പേര്. 2 രൂപയുള്ളൂ. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 രൂപയുള്ളൂ കേട്ടോ. അതെന്താ സംഭവം? സ്വീറ്റ് ആണോ? ഇത് എവിടുന്ന് കിട്ടി ഈ ഒരു ഐറ്റം?
വന്നതാണല്ലേ. വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ഉണ്ട്. കൊഴുക്കട്ട ഉണ്ട്. ഇതെന്താ? പുഡിംഗ്. ഉഴുന്നുവട, ജിലേബി, കട്ട്ലറ്റ്, ഫ്രൂട്ട് സാലഡ്. അവിടെ എത്തുമ്പോ എന്താ? അവിടെ എന്താ അത്? ഓറിയോ ഷേക്ക്. ആഹാ, വെറൈറ്റി. ഇവിടെ വെച്ചുണ്ടാക്കിയതാ? ഇവിടെ വെച്ച് എല്ലാരും കൂടെ ഉണ്ടാക്കിയ ഓറിയോ ഷേക്ക്. അമ്പമ്പോ കൊള്ളാലോ. ഫ്രൂട്ട് സാലഡും ഓറിയോ ഷേക്കും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണല്ലേ? ആഹാ. ഇതെന്താ? ഉഴുന്നുവട. നല്ല കുഞ്ഞു കുഞ്ഞു ഉഴുന്നുവടകളാണല്ലോ. ചട്നിയും ഉണ്ട്. ഉഴുന്നുവടയും ചട്നിയും കൂടെ കിട്ടും. ഉള്ളിവട, കോഴി ചപ്പാത്തി. അത് കോയിൻ ചപ്പാത്തിയോ? സ്പൂൺ കോയിൻ ചപ്പാത്തി. അത് ഉണ്ടാക്കാറുണ്ടോ? വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണോ? ഇവിടേക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കണ്ടുപിടിച്ചതാ? ആഹാ, കൊള്ളാലോ. ഉണ്ണിയപ്പം ഉണ്ട്, പഴമുണ്ട. 2 ഐറ്റംസ് ഉണ്ട് അല്ലേ? ബിസ്ക്കറ്റ് പൊരിച്ചതോ? അതെന്താ സംഭവം? ഇതിനകത്ത് ബിസ്ക്കറ്റാ? അപ്പോ ആ ഒരു കവറിങ്ങിന് കുറച്ച് എരിവൊക്കെ ഉണ്ട്. ഉള്ളിൽ വരുമ്പോ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് അല്ലേ? അത് മുൻപ് എവിടെയെങ്കിലും കഴിച്ചിട്ടുള്ള ഐറ്റം ആണോ? ഉണ്ടാക്കി തരാറുണ്ടല്ലേ? ആഹാ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബിസ്ക്കറ്റ് പൊരിച്ചത്. പിന്നെ പക്കവടയുണ്ട്. അച്ചാറ്, കുഞ്ഞു കുഞ്ഞു പാക്കറ്റിൽ അച്ചാറുണ്ട്. ഇത് എന്താ അച്ചാറാ? ലൂബിക്ക അച്ചാർ. വീട്ടിലുണ്ടായ ലൂബിക്കയാണോ? മേടിച്ച് അച്ചാർ ഉണ്ടാക്കാനായിട്ട് വാങ്ങിയതാണല്ലേ? കട്ട്ലേറ്റ് നല്ല കുഞ്ഞു ബോൾസ് ഒക്കെ ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ട്. ഫിംഗേഴ്സ് ഉണ്ട്. ഇതെന്താ ഐറ്റം? അറബിക്. കുറെ അറബിക് ഡിഷ് ഉണ്ടല്ലോ ഇപ്രാവശ്യം ഇവിടെ വരുന്ന സമയത്ത്. എന്താ ഐറ്റം? പൈനാപ്പിൾ. നല്ല എരിവൊക്കെ ഇട്ട് നമ്മുടെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഉപ്പിലിട്ടത്. പൈനാപ്പിൾ ഉപ്പിലിട്ടത് അല്ലേ? അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കും അല്ലേ? ചിക്കൻ റോൾ. ആഹാ, പൈനാപ്പിൾ ഉപ്പുമുളക് ഇട്ടത്. കാണിച്ചു തരുമോ? കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഇത് നമ്മൾ ഉപ്പുമുളകൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ? ഓക്കെ, അത് തുറക്കണ്ട, ഞാൻ വെറുതെ വെച്ചതാ. പിന്നെ ഇതിൽ അരിനെല്ലിക്കയുണ്ട്, നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്, ഉപ്പിലിട്ടതുണ്ട് അല്ലേ? മാംഗോ ജ്യൂസ്, പരിപ്പ് വട, നൂൽപുട്ട്, കടലക്കറി. ഇവിടെ ദോശ, സാമ്പാർ, ചമ്മന്തി അല്ലേ? ബോണ്ട, മൂളിയപ്പം. നല്ല രസമുണ്ടല്ലോ. ഞാനത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് എന്താ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? നാളികേരം. പഞ്ചസാര ഇട്ടതാണല്ലേ ഉള്ളില്? ഓക്കെ. പഴംപൊരി, നെല്ലിക്ക ഉപ്പിലിട്ടത്, മുട്ട ബജ്ജി, അവക്കാഡോ ജ്യൂസ്. ആഹാ, ജ്യൂസിൽ തന്നെ വെറൈറ്റി ജ്യൂസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പൈനാപ്പിൾ ഉപ്പിലിട്ടത്, കട്ട്ലറ്റ്, പക്കോട, ഡയറി മിൽക്ക്, പഴംപൊരി, മിഠായികളൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾ ഏത് ക്ലാസ് ആയിരുന്നു? 5ാം ക്ലാസ്. നിങ്ങളുടെ പേരെന്താ? ദീപ്തിയുടെ കുറേ മിഠായി ഉണ്ടല്ലോ. ഗുലാം ജാമുൻ ഒരെണ്ണം 10 രൂപ, ജെൽ 5 രൂപ, പല പല മിഠായി ഉണ്ടല്ലേ കയ്യില്. നമ്മുടെ ഐറ്റം എന്താ? അരിയുണ്ടാ അല്ലേ? നമ്മുടെ സ്റ്റോറിൽ തന്നെയുള്ള ഓറിയോ ഷേക്ക് ആണ് കഴിക്കണം അല്ലേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. പുറത്തുനിന്ന് ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഐറ്റംസ് നമ്മൾ തന്നെ വാങ്ങും അല്ലേ? ഇവിടെ എന്താ? ഉണ്ണിയപ്പം. ആഹാ, കുറെ ഉണ്ണിയപ്പം ഉണ്ടല്ലോ. ഉപ്പിലിട്ട നെല്ലിക്ക, മിക്സഡ്, ഉപ്പിലിട്ടത്, പല ഐറ്റംസ് ഉണ്ട്. ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളത്. ഇതിലാണല്ലേ? ഓക്കെ. ക്യാരറ്റും, പിന്നെ ഇതിൽ എന്തൊക്കെയുണ്ട്? ക്യാരറ്റ്, മാങ്ങ, പിന്നെ ഇരുമ്പുളി, അങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ ഒരുമിച്ച് ഉപ്പിലിട്ടത് കിട്ടും അല്ലേ? പിന്നെ കുറച്ച് മിഠായിസ് ഉണ്ട്. അങ്ങനെയുള്ളതാണ് ഇവരുടെ ഈ ഒരു സ്റ്റോർ. 5ാം ക്ലാസ്സുകാരും. അത് കുഴപ്പമില്ല. നിങ്ങൾ 5ഉം 6ഉം ആണോ? അപ്പൊ ഇതാണ് 5ാം ക്ലാസ്സുകാരുടെ സ്റ്റോർ. അപ്പൊ ഇതാണ് 5ാം ക്ലാസ്സുകാരുടെ ഷോപ്പ്. നിങ്ങളുടെ ഷോപ്പിന്റെ പേരെന്താ? അടിച്ചു കയറി വാ മക്കളെ എന്നുള്ളതാണ്. അപ്പൊ അടിച്ചു കയറി വരുമോ? അപ്പൊ അതാണ് 5ാം ക്ലാസ്സുകാരുടെ അടിച്ചു കയറി വാ ഷോപ്പ്. ഇനിതാ നമ്മൾ അടുത്ത ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്താ? ഗുലാബ് ജാമുന, പഴംപൊരി ബീഫും. ആഹാ, പഴംപൊരി ബീഫൊക്കെ ഉണ്ട്. ഇതെന്താ?
തണ്ണിമത്തൻ, പിന്നെ ഐസ്ക്രീം, അതൊക്കെ ഇട്ടിട്ടുള്ളൊരു ജ്യൂസ്, പാല് എല്ലാം ഉണ്ടല്ലേ. ഓക്കെ, ബ്രൂ കോഫി, പിന്നെ കാടമുട്ട മസാല റോസ്റ്റ്. ഇതെന്താ? ചില്ലി ഗോബി കട്ട്ലറ്റ് അല്ലേ. ഇവിടെന്താ? ഇതിലെന്താ? പോപ്കോൺ. ഇവിടെ വരുമ്പോ സർബത്ത്. ഇതാണ് 9ാം ക്ലാസ്സുകാരുടെ രുചി കലവറയിലെ ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ഷോപ്പിൽ പോവാം. ഷോപ്പ് കണ്ടു. ഇനി പാരന്റ്സിന്റെ ഷോപ്പാണല്ലേ. ഇവിടെ നമ്മൾ ലൈവായിട്ട് ലൈം ജ്യൂസ്, സോഡ സർബത്ത്, പിന്നെ അച്ചാറുകളുണ്ട്. പിന്നെ എന്തൊക്കെയാ? മന്തി ഉണ്ട്, പുഡിംഗ് ഉണ്ട്, പഴംപൊരി, ബോണ്ട, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലേ. ലൈവായിട്ട് നമ്മള് സോഡ സർബത്താണ് കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആവേശത്തോടെ വരുമ്പോൾ നമ്മളിങ്ങനെ ബാക്കിൽ നിൽക്കുക അല്ലേ. നമ്മളും അപ്പൊ അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചായോ? അപ്പൊ ഇന്ന് പരിപാടി ഉണ്ടെങ്കിൽ ഇന്നലെ തൊട്ട് തുടങ്ങിയോ? ഡേറ്റ് ഒന്ന് മാറ്റിണ്ടായിരുന്നു. ആദ്യം വെള്ളിയാഴ്ച എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ ഡേറ്റ് അപ്പൊ അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്ലാൻ ചെയ്യണ്ടല്ലേ, എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളത് മാത്രമല്ല, കുട്ടികളത് നോക്കണം. അതെ, അവർക്ക് വേറെ വെറൈറ്റീസ് അല്ലേ. നമ്മൾ മത്സരമാണ് ഇപ്രാവശ്യം അല്ലേ. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ടീമിന് സമ്മാനമൊക്കെ ഉണ്ട്. അപ്പൊ ആ സമ്മാനം, അതിനുള്ളൊരു മത്സരം കൂടെ നടക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ. അപ്പൊ നിങ്ങളുടെ പാരന്റ്സ് എത്ര പേരുണ്ട്? ഈ ഒരു 4 പേരാണ്. 5 പേര്. നിങ്ങൾ 5 പേരായിട്ടാണ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. പേരെന്തായിരുന്നു? ലുബ്ന, ഫഹീദ. ബാക്കിയുള്ളവരുടെ പേരെന്തൊക്കെയാ? എന്റെ പേര് നിഷ. എന്റെ പേര് പ്രേമ. ഇവിടെ ഒരാളുണ്ടല്ലോ, പേരെന്താ? രജി. നിങ്ങളെല്ലാവരും കൂടെ ഒരുപാട് ഐറ്റംസ് കൊണ്ട് വന്നിരിക്കുകയാണ്. ലൈവായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. മന്തി എന്നൊക്കെ പറയുമ്പോൾ ഉച്ചയ്ക്ക് നല്ല തിരക്കായിരിക്കും എന്തായാലും. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ, കാണാനൊക്കെ രസമുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആവല്ലേ. നമുക്ക് ഈ 5 ആളെ കൊണ്ട് എത്തുമോ എന്നുള്ളതാണല്ലേ സംശയം. ലൈവും കൂടെ ഉള്ളതുകൊണ്ട്. നമ്മളെ പാരന്റ്സിന്റെ ഈ ഒരു ഷോപ്പിന് എന്താ പേരിട്ടിരിക്കണേ? ചില്ലി പടീസ്. വെറൈറ്റി പേരുവാണല്ലോ. ആ പേര് ഇവിടുന്ന് കിട്ടി? അത് എന്റെ ഹസ്ബൻഡിന്റെ ഷോപ്പിന്റെ പേരാണ്. ഹസ്ബൻഡിന്റെ ഷോപ്പ്. അപ്പൊ ഇവിടുന്ന് ഒരു മാർക്കറ്റിംഗ് നമ്മുടെ ഹസ്ബൻഡിന്റെ ഷോപ്പിനും കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടോ അതിന് പിന്നില്? അതും കൂടെ ആവട്ടെ. അതെ, അതിനൊരു കുറവ് വേണ്ട. അപ്പൊ എന്തായാലും നന്നാവട്ടെ. മൊഹബത്ത് കാ സർബത്ത് ഉണ്ട്, പൈനാപ്പിൾ പ്ലേറ്റ് ഉണ്ട്, മസാല, പൈനാപ്പിൾ മസാല അല്ലേ. പൈനാപ്പിൾ, ബീട്രൂട്ട്, പണ്ടത്തെ അബുക്കാട് ചായ എങ്ങനെ ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കി? ആരാ റെസിപ്പി പറഞ്ഞത്? അബുക്ക പറഞ്ഞോ? ഉണ്ണിയപ്പം, ബോണ്ട, ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്, 2 5. പിന്നെ പരിപ്പ് വട, കൊഴുക്കട്ട, പരിപ്പ് വട. ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസ്? ഇവിടെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, ഉണ്ണിയപ്പം, ബ്രെഡ് റോള്. അവിടെ മെനു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. വെൽക്കം ടു സ്നാക്ക് ഷേക്ക്. എന്താ? ഉള്ളിവട, സുഖിയനും, ഉള്ളിവടയും സുഖിയനും, തേൻ നെല്ലിക്ക, ജിഞ്ചർ സോഡ. നമ്മൾ ലൈവായിട്ട് ജിഞ്ചർ സോഡ ഉണ്ടാക്കി കൊടുക്കാണ്. അമ്പമ്പു. ആരാ ജിഞ്ചർ സോഡ ഉണ്ടാക്കുന്ന ആള്? നിങ്ങൾ രണ്ടാളും മെയിൻ ഷെഫ്.
എനിക്ക് തോന്നുന്നു. കുട്ടികളുടെ സ്റ്റോളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേഷൻ കൂടുതൽ വെറൈറ്റി ആണല്ലോ. നമ്മൾ എന്താ പറയാ, പഴയ സിനിമ പോസ്റ്റേഴ്സ് ഉണ്ട്, അതിനുള്ള എല്ലാ ഫീച്ചേഴ്സും കൊണ്ടു വെച്ചിട്ടുണ്ട്. കായക്കോലടക്കം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ചായക്കടയുടെ ഒരു പിന്നിലുള്ള ഐഡിയയുടെ പിന്നിലുള്ള എന്തായിരുന്നു? പഴയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് എന്ന നിലയിൽ ഞങ്ങൾ ചായക്കടയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികൾ ഇപ്പം എന്തായാലും വെറൈറ്റി ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പുതിയ ഇന്നത്തെ കാലത്തെ ഫുഡുകളൊക്കെ ഉണ്ട്, അറേബ്യൻ ഫുഡും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു പഴയ ഒരു തനിമേൽക്ക് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചായക്കട അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ ഒരു ചായക്കടയുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ മാസികകളുണ്ട്, അതുപോലെ ന്യൂസ് പേപ്പർ, ഉറി, പിന്നെ പഴയകാല പലഹാരങ്ങൾ, പുട്ട്, അങ്ങനെ പുളിയച്ചാറ്, അങ്ങനെ പഴയ കാലത്തുള്ള എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയി തീരാനായിട്ട് ഒരൊറ്റ ദിവസത്തെ പ്രയത്നം പോരാ, കുറെ നാളായോ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ? ഇല്ല, ജനിച്ച് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ വെള്ളിയാഴ്ചയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പെട്ടെന്നൊരു അവധി ഉണ്ടായത് കാരണം നീണ്ടുപോയതാണ്. അപ്പം അതിൻ്റെ ഒരു ഹറിബറി ഉണ്ടായിന്ന് മാത്രം. പക്ഷെ എന്നാലും ഞങ്ങൾ വിചാരിച്ചേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്തായാലും ഫുഡ് ഫെസ്റ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. താങ്ക് യു ടീച്ചർ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഫുഡ് ഫെസ്റ്റ്? ഫുഡ് ഫെസ്റ്റിന് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഒരുപാട് കുട്ടികൾ വിദ്യാലയത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ആസ്വദിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു, ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ചും കൂടി രക്ഷാകർത്താക്കൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അന്ന് ഇത്രയധികം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തത്. ഒരുപാട് സന്തോഷം. കുട്ടികളൊക്കെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പാരൻസ് നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വെയിലൊക്കെ അവഗണിച്ച് കുട്ടികളിങ്ങനെ ഉഷാറിലാണ്. അതെ, വെയിലൊക്കെ കുട്ടികൾക്ക് നല്ല ഉഷാറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവരുടെ ആ ഭക്ഷണത്തിൻ്റെ ഉള്ള ആർത്തിയും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അവരുടേതായ ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് ഇതിൽ കൂടി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല അത് നന്നായിട്ട് പ്രദർശിപ്പിക്കാനും അതുപോലെ അവർക്ക് വിൽപ്പന നടത്താനുള്ള കഴിവും കൂടിയാണ് ഇതിൽ കൂടെ കൊണ്ടുപോകുന്നത്. കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് കുട്ടികൾ തന്നെയാണല്ലോ അവരുടെ പൈസ ഒക്കെ എടുക്കുന്നത്. സ്കൂളിന് അതിനായിട്ട് യാതൊരു പൈസയും വാങ്ങിക്കുന്നുമില്ല. അപ്പൊ അതായത് അവര് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ?